വയോധികയെ വീട്ടിൽ കയറി കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ബ്ലോക്ക് പഞ്ചായത്തിലെ കോൺഗ്രസ് ജനപ്രതിനിധികൾ ജനറൽ കമ്മിറ്റി യോഗം തടസ്സപ്പെടുത്തി. മുൻ കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സത്യവ്രതന്റെ വീട്ടിൽ കയറി അതിക്രമം നടത്തിയ നിലവിലെ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചത്. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 11-നാണ് CPM ഏരിയ കമ്മിറ്റി അംഗവും കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായിരുന്ന അന്തരിച്ച സത്യവ്രതന്റെ കിളിമാനൂർ കുന്നുമെല്ലെ വീട്ടിൽ CPM കിളിമാനൂർ ഏരിയ കമ്മിറ്റി അംഗവും കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കിളിമാനൂർ ഏരിയ പ്രസിഡന്റുമായ D. ശ്രീജ ഉണ്ണികൃഷ്ണൻ വീട്ടിൽ കയറി അതിക്രമം നടത്തിയത്. രാവിലെ 6:30 മണിയോടെ കാറിലെത്തിയ ഇവർ വീട്ടിനുള്ളിൽ അതിക്രമിച്ചു കയറുകയും അന്തരിച്ച CPM നേതാവ് സത്യവ്രതന്റെ ഭാര്യയെ കയ്യേറ്റം ചെയ്യുകയും വീട്ടുപകരണങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു. ആക്രമണത്തിൽ പരിക്കേറ്റ 70 വയസ്സുകാരി രാധ കിളിമാനൂർ പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടരുകയാണ്. ഈ അതിക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയ കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജ ഉണ്ണികൃഷ്ണൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിലെ 6 അംഗങ്ങൾ ഓഗസ്റ്റ് 30-ന് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെതിരെ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ഇടതുപക്ഷ അംഗങ്ങൾ പങ്കെടുക്കാതിരുന്നതിനാൽ ചർച്ച ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. തുടർന്ന് കഴിഞ്ഞ ദിവസം നടന്ന ബ്ലോക്ക് പഞ്ചായത്തിന്റെ സാധാരണ യോഗം കോൺഗ്രസ് അംഗങ്ങൾ ചേർന്ന് തടസ്സപ്പെടുത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ J. സജികുമാർ, A. നിഹാസ്, TS. ശോഭകുമാരി, AJ. ജിഹാദ്, SR. അഫ്സൽ, ബാൻഷാ ബഷീർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ച് കമ്മിറ്റി യോഗം തടസ്സപ്പെടുത്തിയത്. പ്രതിഷേധത്തിന്റെ കാരണം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വയോധികയായ ഒരു വീട്ടിലെ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ കയറി ചെല്ലുകയും അവരെ അതിദാരുണമായി മർദ്ദിക്കുകയും അവരുടെ വീട്ടിലെ വീട്ടുപകരണങ്ങളും അവരുടെ അവശ്യ വസ്തുക്കളും വാരിയെടുത്ത് കിണറ്റിലെറിയുകയും ചെയ്തത് ഒരു സാധാരണക്കാരായ ഒരാളല്ല, ഒരു നാട്ടിലെ ഒരു റൗഡിയോ ഗുണ്ടയോ ഒന്നുമല്ല. അവർ ഈ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമായ, രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കുന്ന സ്ഥാപനമായ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റാണ്. ഇത്രയും ധിക്കാരപരമായ ഒരു നടപടി ചെയ്ത അവർ ഈ സ്ഥാനത്ത് വീണ്ടും തുടരുക എന്ന് പറഞ്ഞാൽ ജനാധിപത്യ മര്യാദയ്ക്ക് നിരക്കാത്തതാണ്. ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഈ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് വൈസ് പ്രസിഡന്റിനെ പുറത്താക്കുകയും പകരം മറ്റൊരാളെ വയ്ക്കുകയും ചെയ്യണം എന്നുള്ളതാണ് പ്രതിപക്ഷ അംഗങ്ങളായ നമ്മുടെ ആവശ്യം. അതിനായിട്ട് നമ്മളൊരു അവിശ്വാസ പ്രമേയം ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. എന്നാൽ 6 അംഗങ്ങളുള്ള പ്രതിപക്ഷ പാർട്ടിക്ക് അതിലെ കോറം തികയാത്തതുകൊണ്ട് അന്നത്തെ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കുവാൻ സാധിച്ചില്ല. എന്നാൽ ഇവിടുത്തെ LDF ഇടതുപക്ഷ അംഗങ്ങളെ പ്രസിഡന്റ് വളരെ കൃത്യമായ രീതിയിൽ പറഞ്ഞ് ആ മീറ്റിങ്ങിൽ പങ്കെടുക്കരുത് എന്നാണ് പറഞ്ഞത്. കാരണം ഈ വൈസ് പ്രസിഡന്റിനെ കൊണ്ട് ഇവിടുത്തെ ഇടതുപക്ഷ അംഗങ്ങൾ തന്നെ പൊറുതിമുട്ടിയിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും അവരെ കൊണ്ടൊരു രാജിവെപ്പിക്കാനുള്ളൊരു അവസരം കിട്ടിയാൽ അത് വളരെ ഒരു വലിയ കാര്യമായിട്ടാണ് ഇടതുപക്ഷ അംഗങ്ങൾ പോലും കരുതിയത്. പക്ഷെ ആ സാഹചര്യവും അവരെ കമ്മിറ്റിയിൽ പങ്കെടുക്കുവാനോ അതിൽ ചർച്ചയ്ക്ക് വിധേയമാക്കുവാനോ പാർട്ടിയും പ്രസിഡന്റും അനുവദിച്ചില്ല. ഇത്തരത്തിലുള്ള ഈ അധാർമികമായ നടപടികളുമായി മുന്നോട്ട് പോകുന്ന, തികച്ചും പാർലമെന്ററിതരമല്ലാത്ത വാക്കുകളും പ്രവൃത്തികളും പഞ്ചായത്ത് കമ്മിറ്റികളിലാകെ നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ നടത്തിപ്പോരുന്ന ഈ വൈസ് പ്രസിഡന്റിനെ ഒരു കാരണവശാലും അംഗീകരിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ അംഗങ്ങളായ ഞങ്ങൾ 6 പേരും തയ്യാറല്ല. പ്രതിഷേധത്തെ തുടർന്ന് യോഗം മറ്റൊരു ദിവസത്തേക്ക് മാറ്റി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജിവെക്കും വരെ സമരം തുടരുമെന്ന് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു. തലസ്ഥാന വാർത്തകൾ, കിളിമാനൂർ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്
ആലങ്കോട് അറേബ്യനിൽ നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ വിലയ്ക്കൊപ്പം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടാതെ കൈനിറയെ സമ്മാനങ്ങളും. പർച്ചേസ് ചെയ്യുമ്പോൾ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 1ാം സമ്മാനമായി ഹോണ്ട ആക്ടിവ സ്കൂട്ടർ, 2ാം സമ്മാനം LED TV, 3ാം സമ്മാനം റെഫ്രിജറേറ്റർ. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അറേബ്യൻ ഫാഷൻ ജ്വല്ലറി, ആലങ്കോട്, ആറ്റിങ്ങൽ, പോത്തൻകോട്. അതിരുകളില്ലാത്ത ആത്മബന്ധം. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്. മാമംപാലത്തിന് സമീപം, പാലമൂട്, ആറ്റിങ്ങൽ. ഫോൺ 9349636108 702552331. CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്, മാമംപാലത്തിന് സമീപം, പാലമൂട്, ആറ്റിങ്ങൽ.